ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരതികളെ, ഇന്ന് 7ാമത്തെ വീഡിയോ. കുറേ പേർ നല്ല നല്ല ചിത്രങ്ങൾ വരച്ചയക്കുന്നുണ്ട്. സ്കെച്ച് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. വളരെ സിമ്പിളാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വരച്ച് പഠിക്കാനും ഡ്രോയിങ് ഉപയോഗിക്കാം, സ്കെച്ച് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ഇലകളും, അതായത് ചെറിയൊരു ചില്ലയാണ് വരയ്ക്കാൻ പോകുന്നത്. കുറച്ച് ഇലകളും അതിൽ കുറച്ച് കായ്കളും ഉള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് റെഡും ഗ്രീനുമാണ്, അതായത് ഓപ്പോസിറ്റ് വരുന്ന നിറങ്ങളാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ലെമൺ യെല്ലോയും റെഡ് ആൻഡ് ഗ്രീനും ഉപയോഗിച്ചാണ് ഓരോ ഇലകളും വരയ്ക്കുന്നത്. എന്നാൽ പല നിറങ്ങളും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പല ലൈറ്റ് ആൻഡ് ഷെയ്ഡിന് വേണ്ടി ലെമൺ യെല്ലോ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ ചേർക്കാൻ മറക്കരുത് പ്ലീസ്. നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് തീർച്ചയായും മറക്കരുത്. കമൻറ്റ്, ലൈക്ക് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വരയ്ക്കുന്ന മറ്റ് കൂട്ടുകാരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. തുടക്കക്കാരായ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. കാരണം വരയ്ക്കാനുള്ള സ്കില്ലില്ലെങ്കിൽ പോലും നമുക്ക് വാട്ടർ കളറിലുള്ള ആ പേടി മാറി കിട്ടിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിരിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുകയും ചെയ്യുകയും ചെയ്യുക. 10 മിനിറ്റ് വീഡിയോ കാണാനും 20 മിനിറ്റ് വരയ്ക്കാനും ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. 100 ദിവസമാണ്, പക്ഷേ 50 ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. അതായത് നമുക്ക് വരയ്ക്കാൻ ഒരു ദിവസം ഒഴിവുണ്ട്. ഒരു ദിവസം ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് അടുത്ത വീഡിയോ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. സാവധാനത്തിലിരുന്ന് വരച്ച് ശ്രദ്ധയോടെ ചെയ്ത് നോക്കുക. ഒരു തവണ ചെയ്ത് ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പേപ്പർ, ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഐവറി പേപ്പറോ എല്ലാം ആയാൽ മതി, ഡ്രോയിങ് ബുക്ക് ആയാലും മതി. പക്ഷേ A4 പേപ്പറിൽ വരയ്ക്കാൻ ശ്രമിക്കരുത്. കട്ടി ഇല്ലാത്ത പേപ്പറിൽ വരയ്ക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പേപ്പറാണത്. അപ്പോൾ പലരും അയക്കുന്നത് അതുപോലുള്ള ഫോട്ടോസാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാതെ A4 വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് A4 വെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല, കട്ടി കുറവായതുകൊണ്ട്. നമ്മൾ ഡ്രോയിങ് ബുക്കിൽ ചെയ്യാൻ കഴിയും. നമ്മൾ ഡ്രോയിങ് ബുക്ക് വാങ്ങാൻ നിങ്ങൾക്കെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഐവറി പേപ്പർ വാങ്ങിയാൽ നന്നായി ചെയ്യാൻ കഴിയും. ഓരോ പേപ്പറിനും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ വരയ്ക്കുന്നത് പോലെയല്ല ഐവറി ഷീറ്റിൽ വരയ്ക്കുമ്പോൾ, അതുപോലെയല്ല ചാർട്ട് പേപ്പറിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ആവണമെന്ന് വാശി പിടിക്കാതെ നിങ്ങൾക്ക് കഴിയും വിധം നന്നാക്കി വരയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ, ലെമൺ യെല്ലോ ഉണ്ട്, സാപ്പ് ഗ്രീൻ ഉണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട് തുടങ്ങിയ നിറങ്ങളാണ്. അപ്പോൾ ഇനി നമുക്കവിടെ കുറച്ച് കായ്കൾ കൂടി വരയ്ക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലൂ നിറമാണ്. കണ്ടോ, പല നിറത്തിലുള്ള ഇലകളെ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിൽ തന്നെ ഞാൻ അല്പം ലെമൺ യെല്ലോയും മിക്സ് ചെയ്തപ്പോൾ ഒരു സൈഡിൽ ബ്ലൂവും പിന്നെ ലെമൺ യെല്ലോയും വരുമ്പോൾ പ്രത്യേക കളർ കോമ്പിനേഷൻ കിട്ടും. ഇനി ഈ ഇലകളെ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്യുമ്പോൾ ഈ ചിത്രം അടിപൊളിയാവും. ഇനി ഈ ഗ്രീൻ ഇലകൾക്ക് നടുവിൽ കുറച്ച് റെഡ് നിറമുള്ള, ക്രിംസൺ റെഡ് നിറമുള്ള കായ്കളോട് വരുമ്പോൾ വളരെ ഭംഗിയാവും. ഈ ഒരു ചിത്രം ഞാൻ ഒരു കൊമ്പ് മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേജ് മുഴുവൻ ഇതിനെങ്ങനെ വരച്ച് കൂട്ടിക്കൊണ്ടുപോകാം. ഇതിനെ കണക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാം. നല്ല ശബ്ദമായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ചിത്രങ്ങൾ ഒരു വട്ടത്തിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ നല്ല ടെക്സ്റ്റ് എഴുതിയിട്ട് അതിനെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റും. പലതരത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ആക്കിയിടാം, കാർഡ് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കാം. പലതരത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ എങ്കിലും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. പലപ്പോഴും പല ഗിഫ്റ്റ് ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാർഡുകളിലെല്ലാം ഇതുപോലുള്ള ചെറിയ ചിത്രങ്ങളാണ് കാണാറ്. വളരെ സിമ്പിളാണ്, കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ കഴിയും. എന്നാൽ അത് നമുക്ക് പ്രിൻ്റ് എടുത്തും മറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ഞാൻ കണ്ടോ, ആ ഒരു ഇലയുടെ ഷേപ്പെല്ലാം കറക്റ്റായി വരച്ചതിന് ശേഷം പിന്നെ അതിനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് പരത്തുകയാണ്. ആ ഒരു രീതി വാട്ടർ കളറിൻ്റെ ഒരു ചന്തത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ചെയ്യാം, ഇതുപോലെ ചെയ്യണമെന്നില്ല. ഇനി കുറച്ച് സ്പ്രേ കൂടി ചെയ്യണം. നമ്മൾ തെറിപ്പിച്ച് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളത്തുള്ളികളെല്ലാം വീണെടുക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഒരു ബ്രഷിൻ്റെ മുകളിൽ അടുത്ത ബ്രഷ് പതുക്കെ മുട്ടി ആ ഒരു നനഞ്ഞ ഭാഗത്താണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പരന്നു പോകും. ചില പുള്ളികൾ പരന്നു പോകും, ചില പുള്ളികൾ പരന്നു പോകില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചന്തം അതിനൊരു പ്രത്യേക രസമുണ്ടാക്കും. തീർച്ചയായും ചെയ്യുക. ഇനി ഞാൻ ലെമൺ യെല്ലോ നിറങ്ങളെടുത്ത് അതിനെയും കുറച്ച് സ്പ്രെഡ് ചെയ്യുകയാണ്. ലെമൺ യെല്ലോയും ഗ്രീനുമാണ് ഇതുവരെ ഞാൻ സ്പ്രേ ചെയ്തത്. ഈ ലെയർ ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത് ചെയ്യാൻ. അപ്പോൾ റെഡ് എടുത്ത് ചെയ്യുകയാണ്. റെഡ് എടുത്ത് ആ ഒരു കായ്കൾക്ക് മുകളിലുള്ള ഹൈലൈറ്റ് വിട്ടതിന് ശേഷം, ചെറിയൊരു ഹൈലൈറ്റ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കായ ഉരുണ്ടതായി ഫസ്റ്റ് ലെയർ തന്നെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ അടുത്ത ലെയറിൽ നമ്മൾ അതിൻ്റെ ഡാർക്ക് നിറം കൂടി ചേർക്കുമ്പോൾ ശരിക്കും അത് ഉരുണ്ടതായി തീരും. ഇവിടെ ഉപയോഗിക്കുന്ന കളറുകൾക്ക് നല്ല പ്രത്യേകതയുണ്ട്. റെഡും ഗ്രീനും ക്രിംസൺ റെഡ് ഉപയോഗിക്കുമ്പോൾ നല്ല കളർ കോമ്പിനേഷനാണ്. അത് ഞാൻ കൂടുതൽ റെഡ് ആൻഡ് ഗ്രീൻ നിറങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിംസൺ റെഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ കായ്കൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങളൊരു ടെക്സ്റ്റ് എഴുതിയതിന് ശേഷം അതിന് ചുറ്റും ഇങ്ങനത്തെ ഇലകളെല്ലാം വരച്ച് അതിന് ചന്തമുള്ളതാക്കാം. ക്രിസ്മസിന് വേണ്ടി നമ്മൾ കാർഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം. ആ ഗ്രീനും റെഡും ചെയ്ത ഒരു ഡാർക്ക് നിറം ഉണ്ടാക്കി ആ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അടിയിൽ ചേർത്ത് കണ്ടോ,
അതിനൊരു ഉരുണ്ട ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു ഡാർക്ക് നിറം ചേർക്കൽ കൊണ്ട് കഴിയും. പഴങ്ങൾ വരച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തും കുറച്ച് വരയ്ക്കാനുണ്ട്. ഇതിൻ്റെ ഞെട്ട് നമ്മൾ അടുത്ത ലെയറിൽ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. വലിയ വീഡിയോകളാണ്, ഇത് ചെറിയ വീഡിയോകളാണ്. തുടക്കക്കാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അതിനു വേണ്ടി മാത്രം ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് കാണാൻ ശ്രമിക്കണം. ഇവിടെ മറുഭാഗത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട് വരച്ച് ചേർത്തു. ഇത് എന്ത് ഫ്രൂട്ടാണ് എന്താണ് അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരച്ച് നോക്കുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നു പോകണതൊക്കെ കാണാം. അതൊക്കെ അതിൻ്റെ ഒരു ചന്തമായി കൂട്ടണം. അതൊന്നും തെറ്റാണ് എന്ന് തോന്നിപ്പിക്കരുത്. പല രീതിയിൽ നമുക്കതിനെ മാറ്റി വരച്ച് പുതിയ ഒരു തലത്തിലേക്ക് അതിനെ എത്തിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മളുടേതായ ഒരു വർക്കായിരിക്കണം ഇത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ പോലത്തെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ പെൻ ആൻഡ് വാഷ് ഉപയോഗിച്ച് ചെയ്തിരുന്നു. പെന്നുകൊണ്ട് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കളർ കൊടുക്കുക, അല്ലെങ്കിൽ കളർ കൊടുത്തതിന് ശേഷം പിന്നെ പെന്നുകൊണ്ട് വരയ്ക്കുക. രണ്ട് തരത്തിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയകൾക്ക് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വീഡിയോകളും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. ഒരു 50 ദിവസം നിങ്ങൾ അരമണിക്കൂർ വെച്ച് ചിലവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഞാൻ ആ റെഡ് ഗ്രീനും മിക്സ് ചെയ്ത ആ ഭാഗത്ത് ഞാൻ അത് തുടച്ചെടുത്തു. കാരണം ആ കളർ നമ്മൾ മറ്റു കളറിൽ മിക്സ് ആകുമ്പോൾ ഡള്ളായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല ഫ്രഷ് കളർ വേണമെങ്കിൽ ഇതുപോലെ റെഡ് ഗ്രീനും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളർ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ചില പെയിൻറ്റിങ്ങുകളിൽ അത് ആവശ്യമാണെങ്കിൽ ഇവിടെ അത് ആവശ്യമില്ല. ഇനി ആ ഇലകളുടെ ഡീറ്റെയിലുകളും അതിൻ്റെ ഞെട്ടിയുടെ ഡീറ്റെയിലുകളും എല്ലാം ചേർക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് ഭാഗത്താണ് കളർ ചെയ്യുന്നത് എല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഭാഗമാണിത്. ആ ഒരു ഇലയുടെ ഷേപ്പ് എല്ലാം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു ലെയർ നമുക്ക് ഉപയോഗിക്കുന്നത്. ഞെട്ടിനെ ഒന്നുകൂടി ഡാർക്കാക്കുന്നു. അതിനോടൊപ്പം വരുന്ന ഇലയുടെ ഭാഗമാണ് ഞാൻ ഡാർക്കാക്കുന്നത്. സെൻറ്ററിൽ ഒരു ലൈനെല്ലാം വരച്ചതിൻ്റെ ഡിവിഷനും ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, അതിനൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കൂടുതൽ ബ്രഷിൽ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോൾ അഥവാ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ചെയ്യുക. ഇപ്പോൾ ആ രണ്ടാമത്തെ ഇല വരച്ചത് കണ്ടോ, അത് ഡാർക്ക് ഇലയാണ്. അതായത് ആദ്യത്തെ ഇലയുടെ താഴെ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഡാർക്ക് നിറങ്ങൾ ചേർക്കുമ്പോൾ ആദ്യത്തെ ഇല മുകളിൽ ലൈറ്റായി കാണുകയും രണ്ടാമത്തെ ഇല താഴേക്ക് പോവുകയും ചെയ്യും. കണ്ടോ, ഇവിടെയും അങ്ങനെ തന്നെ ഒന്ന് ഷാഡോ നിറങ്ങൾ, ഒരു ഡാർക്ക് നിറങ്ങൾ, ഗ്രീനിൻ്റെ ഡാർക്ക് നിറങ്ങൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ആ വലിയ ഇലയിൽ നമ്മൾ ഞെട്ടും ആ ഭാഗങ്ങളും ഡീറ്റെയിൽ ആക്കുന്നു. സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കേണ്ടതുണ്ട് നമുക്ക്. ഇലകൾ കുറച്ചൊന്ന് ഉരുണ്ടതായി തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഇങ്ങനെ ഉരുണ്ടായി തോന്നിപ്പിക്കുമ്പോൾ എന്തോ ഒരു കായാണെന്ന് നമുക്ക് ഫീൽ ആകും. പക്ഷേ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇലയായിട്ട് അത് ഫീൽ ആകും. അപ്പോൾ അടുത്ത ലെയറിൽ നമ്മളത് ഡീറ്റെയിൽ ആയി ചെയ്യും. ഞെട്ടിൻ്റെ ഭാഗം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെറിയ തിൻ ലൈനുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും പറ്റിയത്. ചില ഭാഗങ്ങൾ ഒന്നുകൂടി ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ഡാർക്ക് ചേർക്കുമ്പോൾ ലൈറ്റായ ഭാഗങ്ങൾ ഒന്നുകൂടി നന്നായി കാണാൻ കഴിയും. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. അത്രയും സിമ്പിളാണ്. നിങ്ങൾ കയ്യിലുള്ള ഏത് കളറാണോ അത് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. അതായത് വാട്ടർ കളറിൽ നല്ല ഹൈ ക്വാളിറ്റി വാട്ടർ കളർ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്കുള്ള കളർ വെച്ചത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പല ടെക്സ്റ്റുകളും പല രീതിയിലും ഉണ്ടാക്കാൻ കഴിയും. അതുകൂടാതെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വലുതാക്കി വരയ്ക്കാം. വലുതാക്കി വരയ്ക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു കൊമ്പേ വരച്ചിട്ടുള്ളൂ. ഇനി പലതരത്തിലുള്ള കൊമ്പുകൾ ഇതിനെ കൂട്ടിച്ചേർത്ത് വരയ്ക്കാൻ ശ്രമിക്കുക. അതെല്ലാം വലിയൊരു പെയിൻറ്റിംഗ് ആക്കി തന്നെ എടുക്കാൻ കഴിയും. ഇതുപോലുള്ള ചിത്രങ്ങൾ ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ നമുക്ക് പലപ്പോഴും പല സൈറ്റുകളിലും വിൽക്കാനും കഴിയും കേട്ടോ. നന്നായി ഫോട്ടോ എടുത്തതിന് ശേഷം, നല്ല റെസൊല്യൂഷൻ ഫോട്ടോ എടുത്തതിന് ശേഷം പല സൈറ്റുകളിൽ ഇത് വിൽക്കുന്നുണ്ട്. പല ആൾക്കാരും അതുകൊണ്ട് ഉപജീവനമാർഗം കഴിക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ള ചിത്രങ്ങൾ പലപ്പോഴും നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡിനും ഗിഫ്റ്റിനും എല്ലാം വേണ്ടി, അല്ലെങ്കിൽ കവർ ഡിസൈനിനും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും ശ്രമിക്കുക. അതൊന്നും എനിക്ക് കൃത്യമായി പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ വഴി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാം. പല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ വരയ്ക്കുമ്പോൾ അതൊരു ഗുണമുള്ള കാര്യം കൂടിയായി കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ സെൻറ്റർ ലൈനുകൾ വരച്ച് ഇതിനെ ഇലയായി മാറ്റിയെടുക്കുകയാണ്. അത് നമ്മൾ ഉരുണ്ട ഇലകളാണ് വരച്ചതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ലൈൻ വരയ്ക്കുമ്പോഴാണ് അത് കൃത്യമായി ഇലയായി നമുക്ക് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂ നിറമാണ്. അത് നമ്മൾ വരച്ച ഗ്രീൻ നിറത്തിൻ്റെ മുകളിലാണ് നമ്മൾ ബ്ലൂ ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്രീനിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നാൻ കഴിയും. എല്ലാ ഇലകൾക്കും ആ ഒരു സെൻറ്റർ ലൈൻ വരച്ചപ്പോൾ ഇലകളായി അത് ഫീൽ ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ആ ഒരു ചെറിയ കായ്കളുടെ ഡീറ്റെയിൽ കൂടി ചേർക്കണം. അവിടെ ബ്ലൂ റെഡും ചേർത്ത് ഒരു ഭാഗം കൂടി ഡാർക്കാക്കി അതിനെ ഒന്നുകൂടി ഉരുണ്ടായി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഞെട്ട് കൂടി വരയ്ക്കണം. ഈ ഗ്രീൻ നിറം കൊണ്ടോ ഗ്രേ നിറം കൊണ്ടാണ് നമുക്ക് ഞെട്ട് വരയ്ക്കേണ്ടത് കേട്ടോ. ബ്ലൂ മിക്സ് ചെയ്താണ് ഞെട്ട് വരച്ചിരിക്കുന്നത്.
വീഞ്ഞ് കൊണ്ട് വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ നിങ്ങളിഷ്ടം. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വളരെ തിന്നായിട്ട് ലൈനുകൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴാണ് ചന്തം ഉണ്ടാവുക എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 0 പോയിൻറ്റ് ബ്രഷുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. 2-3 ബ്രഷുകൾ മതി ഒരു ചിത്രം ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, കമൻറ്റ്. ബൈ.